പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി തുടരുന്നു. ഉറി അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നുവിടുന്നതിനെ തുടർന്ന് ജലം നദിയിൽ വെള്ളം കയറി. പാക് അധീന കശ്മീരിൽ പലയിടത്തും വെള്ളപ്പൊക്കമാണ്. കുപ്വാരയിൽ ലഷ്കർ കമാൻഡറുടെ വീട് തകർത്തു. ഭീകരൻ ഫാറൂഖ് അഹമ്മദ് അദ്വയുടെ വീടാണ് സ്ഫോടനത്തിൽ തകർത്തത്. പാകിസ്ഥാൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകരനാണ് ഇയാൾ. ഭീകരർക്കായി പെഹൽഗാമിലും ജമ്മു കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലും സൈന്യം തിരച്ചിൽ തുടരുകയാണ്. അതിനിടെ പാക് പൗരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കും. മെഡിക്കൽ വിസ ഒഴികെയുള്ളവ അസാധുവാക്കും. ദീർഘകാല വിസയുള്ള ഹിന്ദുക്കൾക്ക് തുടരാം. വാഗ അതിർത്തിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് കെ പ്രശാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, തെരച്ചിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അതോടൊപ്പം തന്നെ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് രാജ്യം. സാമ്പത്തികമായി തന്നെ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരുക്കിയിട്ടുണ്ടല്ലേ? ഗോപിക, അതിശക്തമായ തിരച്ചിലാണ് ശ്രീനഗറിന്റെ എല്ലാ പ്രദേശങ്ങളും നടക്കുന്നത്. പ്രത്യേകിച്ച് അനന്തനാഗിലാണ് ഏറ്റവും അധികം തെരച്ചിൽ നടക്കുന്നത്. നമുക്കറിയാം, അനന്തനാഗിലാണ് സാധാരണഗതിയിൽ ഈ ഭീകരരുടെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ രീതിയിൽ തന്നെ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. 60 സ്ഥലങ്ങളിലാണ് ഇതുവരെ പരിശോധനകൾ നടത്തിയത്. 175 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 2 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പേർ നേരിട്ട് ഭീകരരുമായി ബന്ധമുണ്ട്, ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്നുള്ള വിവരമാണ് ദേശീയ അന്വേഷണ ഏജൻസി അടക്കം പങ്കുവെക്കുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് അവരുടെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ ആക്രമണം നടത്തിയ 5 പേരെ കണ്ടെത്താനുള്ള ശ്രമമാണ് പ്രധാനമായി നടക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള മറ്റു നീക്കങ്ങൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയോ അല്ലെങ്കിൽ ഭീകരരുമായി ചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്യുകയും ഭീകരപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളുടെ വീടുകൾ ഇപ്പോൾ പൊളിച്ചു കളയുകയോ മറ്റു നടപടികളിലേക്ക് പോകുകയും ജില്ലാ ഭരണകൂടം അത് സംബന്ധിച്ചുള്ള ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ്. ഒരു തരത്തിലും രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു നീക്കം നടത്തുകയോ അതിന് സഹായം ചെയ്യുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ഈ രീതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം നീക്കം കൊണ്ട് രാജ്യം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത് സൈനിക നടപടിയുടെ ഭാഗമാണ്. ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിൽ പരിശോധന 48 മണിക്കൂറിനോടെ തന്നെ നിരവധി പരിശോധനകളും ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള അറസ്റ്റുമൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ ആളുകളെ പിടികൂടിയ ആളുകളെ ചോദ്യം ചെയ്യുന്നതോടെ ലഭ്യമാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘങ്ങൾ വിലയിരുത്തുന്നത്. സംയുക്ത സേനകളാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുകയൊക്കെ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നയതന്ത്ര തലത്തിലും അതിശക്തമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഝലനദിയിലെ ജലം തുറന്നുവിട്ടത്, ഉറി അണക്കെട്ട് തുറന്നുവിട്ടതോടുകൂടി തന്നെ പാക് അധീന കശ്മീരിന്റെ പല മേഖലകളിലുമാണ് ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. അത് സാമ്പത്തികമായി പാകിസ്ഥാനെ തകർക്കുക എന്ന ലക്ഷ്യം കൂടിയാണ്, അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ വരുമാന സ്രോതസ്സിന്റെ 23% കാർഷിക സംവിധാനമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജലവിഭവങ്ങളെ അക്കം തടയുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങളിലൂടെ തന്നെ സാമ്പത്തികമായി കൂടുതൽ പ്രതിരോധത്തിൽ പാകിസ്ഥാനെ ആക്കാമെന്നാണ് കരുതുന്നത്. ആ ഒരു നീക്കം ശക്തമായി മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സൈനിക സംവിധാനങ്ങൾ അതിശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ലൈൻ ഓഫ് കൺട്രോൾ, പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. 2021 ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൻ്റെ ധാരണ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിപ്പോൾ വീണ്ടും ലംഘിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്ത് രീതികൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി ഈ അതിർത്തി മേഖലകളിൽ പാക് അധീന കശ്മീരിൻ്റെ ഭാഗങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചടിക്കാൻ തന്നെ സർവ്വശക്തിയും എടുത്ത് തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തേണ്ടത്. ഏത് തരത്തിൽ ഇത്തരമൊരു പ്രകോപനം ഉണ്ടായാൽ ഏത് തരത്തിലും മറുപടി നൽകാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ സൈന്യത്തിന് നൽകി എന്നുള്ള വിവരം കൂടി ഡൽഹിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയും. പ്രശാന്ത്, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ ഏത് ഘട്ടം വരെയായി? ഗോപിക, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുകയും നിലവിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെയും ബംഗ്ലാദേശി പൗരന്മാരെയും എത്രയും പെട്ടെന്ന് മടക്കി അയക്കുക എന്നുള്ളതാണ്. ബംഗ്ലാദേശി പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമാണ് പ്രധാനമായി നടക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാരെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് മടക്കി അയക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ലോങ് ടൈംസ് ദീർഘകാല വിസകൾ ഉള്ളവരെ മാത്രമാണ് താൽക്കാലികമായി മാറ്റി നിർത്തുന്നത്. ബാക്കിയുള്ളവരെ മുഴുവൻ, അതിൽ മെഡിക്കൽ വിസ ഉള്ളവർക്ക് 2 ദിവസം. ഇന്നാണ് നിലവിൽ സാധാരണ വിസയിൽ വിസിറ്റിംഗ് വിസ
വിസയിൽ വന്ന പാകിസ്ഥാൻ പൗരന്മാർക്ക് മടങ്ങിപ്പോകാനുള്ള സമയം നൽകിയിട്ടുള്ളത് 2 ദിവസം കൂടി 29-ാം തീയതി വരെയാണ് മെഡിക്കൽ വിസയിലെത്തിയവർക്കുള്ള സമയം നീട്ടി നൽകിയിട്ടുള്ളത്. അത്തരത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഗുജറാത്തിൽ 500-ലധികം ബംഗ്ലാദേശികളെ അനധികൃതമായി എത്തി ബംഗ്ലാദേശികളെ തിരിച്ചയക്കാനുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ തുടങ്ങുന്നുണ്ട്. 1000-ലധികം പേരെ ഉത്തർപ്രദേശിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ പാകിസ്ഥാനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ എത്തുന്നവരോ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളെയോ കണ്ടെത്തുകയും തിരിച്ചയക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള പരിശോധനകൾ കൃത്യമായി ഓരോ സംസ്ഥാന സംവിധാനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. കേരളത്തിലും സമാനമായ 108-ലധികം പേരാണ് പാകിസ്ഥാൻ പൗരന്മാരുള്ളത്. കോഴിക്കോട് 3 പേരുണ്ടായിരുന്നു. ആ 3 പേർക്കാണ് മടങ്ങിപ്പോകാനുള്ള നോട്ടീസ് നൽകിയത്. ഇതിൽ കൊയിലാണ്ടി സ്വദേശി ഹംസയ്ക്ക് നോട്ടീസ് നൽകി പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഹംസയുടെ സാഹചര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ അത്തരമൊരു നീക്കത്തിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും സർക്കാർ പിൻവാങ്ങിയിട്ടുള്ളത്. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിച്ച് മാത്രമായിരിക്കും അടുത്ത നടപടികൾ ഉണ്ടാവുക. കാരണം ജോലി സംബന്ധമായി കറാച്ചിയിലേക്ക് പോയതാണ് ഹംസ. പിന്നീട് തിരിച്ച് അവിടെ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് അവിടെ നിലനിൽക്കണമെങ്കിൽ വിസ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ സ്ഥിര വിസ എടുക്കും, പാസ്പോർട്ട് എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളായി മടങ്ങിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. 2 വർഷത്തേക്കാണ് ഹംസയ്ക്ക് വിസ നൽകിയത്. ആ വിസയുടെ കാലാവധി കഴിയുന്നവരെ തുടരുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ തീരുമാനം. മാത്രമല്ല ദീർഘകാല വിസയ്ക്ക് വേണ്ടി ഹംസ അപേക്ഷ നൽകിയെങ്കിലും 2007-ലാണ് അപേക്ഷ നൽകിയത്. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ചൊരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് മറ്റ് നടപടികളിലേക്ക് പോകാൻ കഴിയുക. ഏതായാലും ഈ ഘട്ടത്തിൽ ഹംസയ്ക്ക് നൽകിയ നോട്ടീസ് പിൻവലിച്ചിട്ടുണ്ട്. ഹംസയ്ക്ക് ഈ വിസ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ നോട്ടീസ് നൽകിയെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന മറുപടി. ശരി, എന്തായാലും പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി തുടരുകയാണ്. കെ പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.